നിയമസഭാ തിരഞ്ഞെടുപ്പിന് 1.5 വർഷക്കാലം മാത്രം ബാക്കി നിൽക്കെ അജണ്ടകൾ രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന തിരക്കിലാണ് രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും. കാലാകാലങ്ങളായി സംസ്ഥാന ഭരണം മാറി മാറി വരുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 തവണയായി കേരളം ഇടതുമുന്നണി തന്നെ ഭരിക്കുകയായിരുന്നു. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി UDF സർക്കാർ അധികാരത്തിലുള്ളപ്പോഴും ചെറിയ മാർജിനായിരുന്നു അന്നത്തെ സർക്കാരിന് ഉണ്ടായിരുന്നത്. എന്നാൽ തൊട്ടടുത്ത 2 പിണറായി സർക്കാരുകളും വലിയ ഭൂരിപക്ഷത്തോടെയാണ് അധികാരത്തിൽ വന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ദൂരം കുറയുമ്പോൾ മുന്നണികളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നെട്ടോട്ടത്തിലാണ് പാർട്ടികൾ. മുന്നണിയിലെ പാർട്ടികളുടെ ഐക്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി CPM ഇടപെടലുകൾ ആരംഭിച്ചിട്ടുണ്ട്. മുതിർന്ന നേതാക്കൾ ഘടകകക്ഷി നേതാക്കളെ നേരിൽ കണ്ട് ആശയവിനിമയം നടത്തുന്നതും ആരംഭിച്ചിട്ടുണ്ട്. UDFും മുന്നണി ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് UDF വിട്ടത് മധ്യ കേരളത്തിൽ തിരിച്ചടിയായി എന്ന വിലയിരുത്തലാണ് UDFിൽ. മുന്നണി വിട്ടുപോയ കേരള കോൺഗ്രസ് RJD കക്ഷികളുടെ കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയുമാണ് അനൌദ്യോഗിക ചർച്ചകളുടെ പിന്നിൽ. മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയും ഉൾപ്പെടെ നിലവിലുണ്ടെങ്കിലും തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഭാവി ശുഭകരമല്ലെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ വിലയിരുത്തൽ. അനൌദ്യോഗിക ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും പാലാ സീറ്റാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രധാന ആവശ്യം. മാണി സി കാപ്പനെ വഞ്ചിച്ച് പാലാ വിട്ടു നൽകാൻ ഒരുക്കമല്ലെന്ന് കോൺഗ്രസ് നിലപാടെടുത്തതോടെ മലബാറിൽ സുരക്ഷിത സീറ്റ് ഉറപ്പാക്കി കേരള കോൺഗ്രസിനെ തിരികെ എത്തിക്കാൻ ലീഗ് ശ്രമിക്കുന്നുണ്ട്. LDFിൽ കടുത്ത അവഗണന നേരിടുന്ന MP ശ്രേയാംസ് കുമാറിന്റെ RJDയെ മുന്നണിയിൽ ആദ്യം എത്തിക്കാനാകുമെന്നാണ് UDFിന്റെ പ്രതീക്ഷ. BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയിൽ തുടരുന്ന BDJS അധികം വൈകാതെ UDFിലേക്ക് എത്തുന്നതിനുള്ള ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട്. പാർട്ടി രൂപീകരിച്ചത് മുതൽക്കേ NDA മുന്നണിയിലായിരുന്ന BDJS BJP ബന്ധം ഉപേക്ഷിക്കുന്നതിന് ഒട്ടേറെ കാരണങ്ങളുണ്ട്. ഒരു പാർട്ടി എന്ന നിലയിൽ BDJSന് NDA മുന്നണിയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം യാതൊരു മുന്നേറ്റവും സൃഷ്ടിക്കുവാൻ കഴിയില്ലെന്ന തിരിച്ചറിവാണ് പ്രധാന കാരണം. മറ്റൊരു കാര്യം, ഭൂരിപക്ഷം BDJS അനുകൂലികളും BJPയുടെ രാഷ്ട്രീയത്തെ എതിർക്കുന്നു എന്നതാണ്. BDJSലെ 90% പ്രവർത്തകരും SNDPയിലുള്ളവരാണ്. അവർക്കെല്ലാം പല കാര്യങ്ങളിലും CPMന്റെ ആശയങ്ങളോട് വിയോജിപ്പാണുള്ളത്. മുന്നണി എന്ന നിലയിൽ BJPയുടെ പ്രവർത്തനം തൃപ്തികരമല്ലെന്നും പ്രവർത്തകർക്കിടയിൽ ആക്ഷേപമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലടക്കം ഗണ്യമായി BJPയുടെ വോട്ട് വർദ്ധിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ഒരു പരിഗണനയും തങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്ന് BDJS നേതാക്കൾ പറയുന്നു. പ്രത്യേകിച്ച് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞിരുന്നു. ഈഴവ വോട്ടുകൾ ഒട്ടേറെയുള്ള ആലപ്പുഴ മണ്ഡലത്തിൽ BJPക്ക് വോട്ട് കൂടിയതിന് പിന്നിൽ BDJSന്റെ സാന്നിധ്യമാണെന്ന് നേതാക്കൾ പറയുന്നു. കോൺഗ്രസിൽ നിന്നും മുഖ്യമന്ത്രിയാവാൻ പ്രതിപക്ഷ നേതാവ് VD സതീശനേക്കാൾ യോഗ്യൻ രമേശ് ചെന്നിത്തലയാണ് എന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ സമീപകാല പ്രസ്താവന. BDJS UDFിന്റെ ഭാഗമായാൽ പരമാവധി ഈഴവ വോട്ടുകളെ തങ്ങളുടെ ചേരിയിലേക്ക് കൊണ്ടുവന്ന് മധ്യ കേരളത്തിൽ ശക്തി വർദ്ധിപ്പിക്കാമെന്ന് ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും കരുതുന്നുണ്ട്. നിലവിൽ UDFിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന RMPയും UDFിന്റെ ഘടകകക്ഷിയാകാനുള്ള സാധ്യതകളുമുണ്ട്. നിലവിൽ KK രമ RMPയുടെ MLA ആണ്. വടകര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF KK രമയെ പിന്തുണച്ചിരുന്നു. നിയമസഭയ്ക്ക് ഉള്ളിലും പുറത്തും UDFിന്റെ മുഖമായി പലപ്പോഴും KK രമ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ കാലാകാലങ്ങളായി UDFിനൊപ്പം ഉറച്ചു നിൽക്കുന്ന ഫോർവേഡ് ബ്ലോക്കിലെ D ദേവരാജനും CMPയിലെ CP ജോണിനും വിജയസാധ്യതയുള്ള സീറ്റുകളും നൽകുവാൻ സാധ്യതയുണ്ട്. തർക്കങ്ങളും വിവാദങ്ങളും ഉണ്ടാകാതെ പരമാവധി ഐക്യത്തോടെ UDFിനെ കെട്ടിപ്പടുക്കുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ലക്ഷ്യം.